ഷാഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പിയാണ്. അതിന് വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ട് ഉപ്പ് ഇട്ട് തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നു. ഒരു 300 ഗ്രാം അരി കഴുകി വെച്ചിരിക്കുന്നു. ഈ തിളക്കുന്ന വെള്ളത്തിലോട്ട് അത് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് അടച്ചു വെക്കാം. ഇനി വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുന്നതിനുള്ള ചേരുവകളാണ് കാണിക്കുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നുള്ളി ഇത്രയും ഞാൻ ചതച്ച് വെച്ചിരിക്കുന്നു. പൊടികൾ: മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, ഗരം മസാലപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ഉരുളക്കിഴങ്ങ്, വലിയൊരു ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞത്. ഇത്രയുമാണ് ആവശ്യം. ഫ്രൈ ചെയ്യാൻ വേണ്ടി 2 സവാളയും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു. വേവിക്കാൻ വെച്ച ചോറ് ഒരു 10 മിനിറ്റ് ആയപ്പോൾ ഒരു 90% വേവിൽ ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബിരിയാണി ഉണ്ടാക്കുന്നതിന് മസാല മൂപ്പിക്കുന്നതിന് ഒരു ചരുവം അടുപ്പത്ത് വെച്ച് കുറച്ച് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ നെയ്യ് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ ഗ്രാമ്പൂ, പട്ട, ജാതിപത്രി എല്ലാം ഇട്ട് കൊടുക്കാം. 2 ഏലക്ക, അരി വേവണ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. പക്ഷേ ഊറ്റുമ്പോൾ അതിൻ്റെ മണമൊക്കെ പോകും, അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാത്തത്. ഇനി ഈ ക്യാരറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിട്ടതിന് ശേഷം ക്യാരറ്റും ഉരുളക്കിഴങ്ങും വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ബീൻസ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ബീൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. ഉരുളക്കിഴങ്ങ് നല്ലവണ്ണം വഴറ്റി കൊടുക്കാം. ഒരു 10 മിനിറ്റ് വഴറ്റി കൊടുക്കാം. ഇതായി വരുമ്പോഴേക്കും ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക് ഇത്രയും ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ കൂടെ കുറച്ച് സവാള, പച്ചമുളക് ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഒരു അരമണിക്കൂറെങ്കിലും മൂപ്പിച്ചാലേ പച്ചമണം പോവുകയുള്ളൂ. മസാല നല്ലോണം മൂക്കുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ചോറിൽ ഞാൻ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് ഉപ്പേ ഇടാൻ പാടുള്ളൂ. ഒട്ടും ഞാൻ വെള്ളം ചേർത്തിട്ടില്ല. ഈ എണ്ണയിൽ കിടന്ന് തന്നെ വേണം ഇത് മലക്കറിയും ക്യാരറ്റും ഉരുളക്കിഴങ്ങും എല്ലാം വേവാൻ. അണ്ടിപ്പരിപ്പിൻ്റെ നിറമെല്ലാം മാറി വന്നിട്ടുണ്ട്. പച്ചമണം പോയിട്ടില്ല, ഇനി കുറച്ചും കൂടി പോകണം. ഇനി നമുക്ക് എടുത്തു വെച്ച പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി. ഞാൻ മല്ലിപ്പൊടി ചേർക്കാറില്ല, ഇന്നങ്ങനെ മല്ലിപ്പൊടി എല്ലാവരും ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ചേർത്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഒരു ചെറിയ ടീസ്പൂൺ മുളക് പൊടി, പിരിയൻ മുളകിൻ്റെ പൊടിയാണ്, എരിവില്ലാത്തത്. മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, ഗരം മസാലപ്പൊടി 1 ടേബിൾ സ്പൂൺ. ഇത്രയും പൊടികൾ ചേർക്കാം.
കുറച്ച് തൈര്, പുളിപ്പിന് വേണ്ടി കുറച്ച് തൈര് ചേർക്കാം. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കണം. ഇട്ട് കൊടുത്ത വെജിറ്റബിളും വെന്തിട്ടുണ്ട്, പച്ചമണവും മാറിയിട്ടുണ്ട്. ഇനി ഊറ്റി വെച്ച ചോറ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ചോറെല്ലാം തുടച്ചിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് ദമ്മിനിടുക. ഒരു ദോശച്ചട്ടി എടുത്ത് ചൂടാക്കി അതിൻ്റെ മുകളിൽ ഇതെടുത്ത് വെച്ച് കൊടുക്കാം. ഒരു 10-15 മിനിറ്റോളം ഇതെടുത്ത് വെക്കണം. അതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ച ഒരു പാത്രം എടുത്ത് വെച്ച് കൊടുക്കണം. ഇതിൽ കാണാൻ പറ്റില്ല, അതുകൊണ്ട് ഈ അടുപ്പിലോട്ടാക്കാം. അടുപ്പിൽ വെച്ച് നിങ്ങൾക്കായിരിക്കും കാണാൻ പറ്റുന്നില്ല. ഇതുപോലെ വെച്ച് കൊടുക്കുക ദമ്മിൽ. ഇതൊരു 10-15 മിനിറ്റ് ദമ്മിൽ വെക്കാം. ദമ്മിലിട്ടിട്ട് ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം എടുത്ത് നമുക്ക് തുറന്ന് നോക്കാം. നല്ല മണം വരുന്നുണ്ട് തുറന്നപ്പോൾ തന്നെ. ഇനി ഇതൊന്ന് അധികം ഇളക്കണ്ട, കുറച്ചൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം അടച്ചു വെച്ച് കൊടുക്കാം. അടച്ചു വെച്ചാൽ ഇനി വിളമ്പണ സമയത്ത് മാത്രം ഇനി ഇത് തുറന്നാൽ മതി. നല്ല സൂപ്പർ ബിരിയാണി ഇവിടെ വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് ഇത്. ബാച്ചിലേഴ്സിനും ആദ്യമായിട്ട് പാചകം ചെയ്യാൻ പോകുന്നവർക്കും എല്ലാം ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇതെല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കി എനിക്ക് ഇത് കമൻറ്റിലൂടെ അറിയിക്കണേ. ഇച്ചിരി നേരം അടച്ച് വെക്കാം. നല്ല രുചിയുള്ള വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് കമൻറ്റിലൂടെ ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഒരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബായ്. കഴിക്കാൻ വേണ്ടി എടുത്തു വെച്ച പപ്പടം, അച്ചാർ, സാലഡ് എല്ലാം ചേർത്താണ് ഇത് കഴിക്കേണ്ടത്. ഇത്രയും രുചിയുള്ള നല്ല വെജിറ്റബിൾ ബിരിയാണി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.